BSc നേഴ്സിംഗ് പാസ്സായ ഒരു മിടുമിടുക്കിയായ പെൺകുട്ടി. അവളുടെ അടങ്ങാത്ത വലിയൊരു മോഹമായിരുന്നു അവൾ ഗൾഫിൽ ജോലി ചെയ്യണമെന്ന്. ആഗ്രഹപ്രകാരം അവൾക്ക് പത്രത്തിലൊരു പരസ്യം കണ്ട് അവൾ കടന്നുപോയി, എയർപോർട്ടിലെത്തി. പോകാൻ കഴിയാതെ അവളുടെ ഭാരത്തോടുകൂടി അവൾ മടങ്ങി വന്നു. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് എനിക്ക് പോകാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് അവൾ ഭാരപ്പെടുവാനിടയിട്ടുണ്ട്. പാസ്റ്റർ അടുത്ത് കടന്നു വന്നു, മകളെ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്, നിന്റെ ദൈവം ഗൾഫിലായിരിക്കും, ഏറ്റവും നല്ല നിലയിൽ ദൈവം തന്നെ എത്തിക്കുമെന്ന് സമാധാനിപ്പിച്ചു. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പത്രപരസ്യം കണ്ട് അവൾ അതിൽ പങ്കെടുത്തു. 1ാം റാങ്കോടെ പാസ്സായി. അവൾക്ക് പോകാനുള്ള എല്ലാ ക്രമീകളും ഒരുങ്ങി. എയർപോർട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും ടാറ്റായൊക്കെ നൽകി, എല്ലാവർക്കും സ്നേഹചുംബനമൊക്കെ നൽകി സന്തോഷത്തോടെ അവൾക്ക് അകത്ത് കയറി. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നിരാശയോടെ അവൾ പുറത്തു വന്നു. അവളുടെ സ്വഭാവത്തിന് വ്യത്യാസം സംഭവിച്ചു. തലമുടിയൊക്കെ പിച്ച് ചീന്തി, അടുത്ത് നിൽക്കുന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, അലറി വിളിക്കുവാൻ കരയാൻ തുടങ്ങി. അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മയക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഓർമ്മ വിട്ട നിമിഷം മുതൽ അവൾ മൗനത അവൾക്കുണ്ടായി. ആഹാരം കഴിക്കുവാൻ താല്പര്യമില്ല, വളരെ ദേഷ്യത്തിലായി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ കടന്നു വന്ന് മകളെ ആശ്വസിപ്പിച്ചു. ദൈവം നിനക്ക് വേണ്ടി നല്ല ഭാവി ഒരുക്കും, സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണ്, നീ ഭാരപ്പെടണ്ട, എന്തോ വലിയ അനുഗ്രഹം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. അവളെ സമാധാനിപ്പിച്ചു. ദൈവം അവളെ ആ പ്രയാസത്തിൽ വിടുവിക്കുവാനിടയിൽ തീർന്നു. 3ാം വട്ടം സൗദി ഗവൺമെൻറ് നേരിട്ട് ഇവിടെ വന്ന് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വിവരം അറിഞ്ഞു. ഈ പെൺകുട്ടി കടന്നുപോയതിൽ പങ്കെടുത്തു. അവളെ അത് സെലക്ട് ചെയ്യാനിടയിൽ തീർന്നു. അവൾ എയർപോർട്ടിൽ കടന്നു ചെന്നു. വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും വാസത്തോടും അവൾ കടന്നുപോയി. അവിടെ സൗദി അറേബ്യയിൽ അവിടുത്തെ ഗവൺമെൻറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. അവളെ സന്തോഷവതിയായിരിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരുടെ വിവരങ്ങൾ തിരക്കി. നേരത്തെ വന്നവർക്കെല്ലാം ചെറിയ ചെറിയ ക്ലിനിക്കുകളിലും അതേപോലെ ഉൾപ്രദേശങ്ങളിലെ ഹോസ്പിറ്റലിലൊക്കെ ചെറിയ ശമ്പളത്തിലാണ് അവർക്ക് ജോലി ലഭിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. എന്നാൽ ഈ മകൾക്ക് മറ്റ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളോടുകൂടെ അവൾക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. പ്രിയരെ, നിങ്ങളുടെ കാത്തിരിപ്പ് അത് സഫലമാകും. അതൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് ദൈവം വഴി തുറക്കും. താമസിക്കുന്നതെല്ലാം ഇരട്ടി നന്മയ്ക്ക് കാരണമാക്കി തീർക്കും. ദൈവം തമ്പുരാൻ ദോഷമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ദൈവം ഏറ്റവും നല്ല ഭാവി താങ്കൾക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിത്തരും. ഒരുപാട് സന്തോഷിക്കുവാൻ ദൈവം അവസരം ഒരുക്കിത്തരും. ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.